ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയത്ത് യേശു ചെയ്ത യഥാർത്ഥ കാര്യം, അത്ഭുതത്തിന് മുമ്പ് സംഭവിച്ച ആന്തരിക മാറ്റം എല്ലാം ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് സത്യം. അത് മനഃപൂർവ്വം മറച്ചുവെച്ചോ എന്നല്ല, അതിന് പിന്നെ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകാം. ആരും കേൾക്കാനില്ലാത്തതുപോലെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വെറുതെ പോകുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ചോദിക്കുക, അപേക്ഷിക്കുക. ദൈവത്തിന് അത് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് മറുപടി കിട്ടും. പ്രതീക്ഷയോടെ ഇരിക്കുക എന്നൊക്കെയായിരിക്കും നമ്മെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ദൈവം വേണ്ടാന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാനുള്ള വിശ്വാസമില്ല, അല്ലെങ്കിൽ പോട്ടെ, ദൈവത്തിന് വേറെന്തോ വലിയ പദ്ധതി ഉണ്ട് എന്നൊക്കെ ആയിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആരും പറയാത്തൊരു കാര്യം എന്താണെന്നറിയാവോ? യേശു പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെയല്ല ചെയ്തത്. യേശു ലാസറിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവനെ ജീവിപ്പിക്കണേ എന്ന് ദൈവത്തോട് ചോദിച്ചില്ല, യാചിച്ചില്ല, അവിടെ വെച്ച് ബാർഗൈൻ ഒന്നും ചെയ്തില്ല. പകരം യോഹന്നാൻ 11-ാം അധ്യായത്തിൽ അസാധ്യമായ ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, ഭൂതകാലമാണ്. അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി യേശു ദൈവത്തിന് നന്ദി പറഞ്ഞു. കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ അത്ഭുതം സംഭവിച്ചതുപോലെയാണിത്. ഇത് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയില്ല, അത് പൂർണ്ണമായും വേറൊരു തലമാണ്. യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും നോക്കിക്കേ. ഓരോ അത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മർക്കോസ് 2-ാം അധ്യായത്തിൽ യേശു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് യേശു അവരുടെ വിശ്വാസം കണ്ടു. അതിനുശേഷമാണ് അത്ഭുതം സംഭവിക്കുന്നത്. എന്നാൽ ആ അത്ഭുതം കാണുന്നതിനും സംസാരിക്കുന്നതിനും ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങളിൽ ഒരിടത്തും പറയുന്നില്ല. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് യേശു ആദ്യം സ്വർഗത്തിലേക്ക് നോക്കി. യാചിക്കാനല്ല, മറിച്ച് യോജിക്കാൻ വേണ്ടിയാണ്. വെള്ളത്തിനു മുകളിൽ നടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ യേശു ഒറ്റയ്ക്ക് മലയിൽ കയറിപ്പോയി എന്ന് മത്തായി 14-ാം അധ്യായം നമ്മോട് പറയുന്നുണ്ട്. അതേപോലെ രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ശക്തി ചലിക്കുന്നത് യേശുവിന് മനസ്സിലായി. എന്ന് പറഞ്ഞ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും ശക്തി പ്രവഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നു യേശു. ഇങ്ങനെ എല്ലാ അത്ഭുതത്തിനു മുമ്പും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജനക്കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങും, ഏകാന്ത സ്ഥലത്ത് പോയിരിക്കും, ഒരു ആന്തരിക മാറ്റം ഉണ്ടാകും, അതിനുശേഷം ശക്തി പുറപ്പെടും. ആരും ചോദിക്കാത്തൊരു ചോദ്യം എന്താണെന്നറിയാവോ? യേശു എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നല്ല വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി അതിനെ ഒരു പ്രാർത്ഥനാ രീതിയായി കണക്കാക്കാതെ അതിനെ ഒരു രഹസ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? മത്തായി 6-ാം അധ്യായത്തിൽ യേശു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പലരും അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. യേശു പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അതായത് സ്വകാര്യതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക, ആരെയും കാണിക്കാനല്ല, ആരും നിങ്ങളെ ശല്യം ചെയ്യാത്ത ഒരിടത്ത് നിന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ഇത് ഒരു പരിധിവരെ ശരിയാണ്. എങ്കിലും യേശു യഥാർത്ഥത്തിൽ അവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൻ്റെ പൂർണ്ണതയെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. മുറി എന്നതിന് യേശു ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ടാമിയോൻ എന്നാണ്. ഇത് ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒഴിഞ്ഞ മുറി എന്നല്ല അർത്ഥം. അതിനർത്ഥം ഒരു അകത്തെ അറ, ഒരു നിധി, എന്തിൻ്റെങ്കിലും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം എന്നാണ്. ഇങ്ങനത്തെ ഒരു വീടിൻ്റെ മുറി കണ്ടെത്തി പ്രാർത്ഥിക്കുക എന്നല്ല യേശു പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആന്തരിക സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു രൂപരേഖയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അകത്തേക്ക് പോകുക, അതായത് നിങ്ങളുടെ ചിന്തകൾക്കപ്പുറം, നിങ്ങളുടെ വ്യക്തിത്വത്തിനപ്പുറം, നിങ്ങളുടെ ബോധമനസ്സിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾക്കപ്പുറമുള്ള നിങ്ങളുടെ അകത്തെ ഭാഗത്തേക്ക് പോകുക എന്നാണ്. നിങ്ങളുടെ അകത്തെ മുറിയിലേക്ക് പോകുക. എന്നിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചേ, യേശു പറഞ്ഞു വാതിൽ അടയ്ക്കുക എന്ന്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കേണ്ട, എന്തെങ്കിലും ശ്രദ്ധ വ്യതിചലിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കേണ്ട. വാതിൽ അടയ്ക്കുക എന്നാണ്. ഇന്ദ്രിയങ്ങളുടെ ലോകം, മനസ്സിലുണ്ടാകുന്ന ശബ്ദം, ആഗ്രഹിക്കുന്നതെല്ലാം ചോദിക്കുന്ന നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെയും അടച്ചിടുക. പേടിയും ആഗ്രഹവും യാചനയുമുള്ള നിങ്ങളുടെ വ്യക്തിത്വം അടച്ചിടുക. കാരണം പിതാവ് എവിടെയോ ദൂരെ നിന്നല്ല കേൾക്കുന്നത്. പിതാവ് രഹസ്യമായി അകത്തെ മുറിയിൽ പലരും ഒരിക്കലും പ്രവേശിക്കാത്ത സ്ഥലത്താണ് വസിക്കുന്നത്. കാരണം പിതാവ് എവിടെയോ ദൂരെ നിന്നല്ല കേൾക്കുന്നത്. പിതാവ് രഹസ്യമായി അകത്തെ മുറിയിൽ പലരും ഒരിക്കലും പ്രവേശിക്കാത്ത സ്ഥലത്താണ് വസിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. യേശു തന്നിലൂടെ ശക്തി പുറപ്പെടുന്നതിന് മുമ്പ് ഓരോ തവണയും ആ പ്രത്യേക സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ഇത് ഊഹമല്ല, അതൊരു മാതൃകയാണ്. ഓരോ രോഗശാന്തി ഉണ്ടാകുന്ന സമയത്തും, ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയത്തും, അദൃശ്യമായത് ദൃശ്യമാകുന്ന ഓരോ വേളകളിലും ഒരേ ക്രമം പിന്തുടരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം അകത്തേക്ക്, പിന്നീട് നിശബ്ദത,
അതിനുശേഷം ശക്തി. എന്നാൽ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? അകത്തേക്ക് എങ്ങനെ പോകണമെന്നത് ആരും ഒരിക്കലും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. കണ്ണടച്ച് സംസാരിക്കാനും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാനും ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാനുമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവമുള്ള സ്ഥലത്തേക്ക് പോകുന്നതിന് തുല്യമല്ല. ഈ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് പലർക്കും അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്. ദൈവം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് നിർത്തിയത് കൊണ്ടല്ല, മറിച്ച് അകത്തെ മുറിയിലേക്ക് പോയി വാതിൽ അടയ്ക്കുന്ന രീതി ക്രിസ്തുമതം ചെറിയ സമൂഹങ്ങളിൽ നിന്ന് ഒരു സാമ്രാജ്യത്തിന്റെ മതത്തിലേക്ക് മാറിയപ്പോൾ ക്രമേണ നഷ്ടപ്പെട്ടു പോയതാണ് കാരണം. നിങ്ങൾക്ക് നിശബ്ദത ഒഴിവാക്കാൻ പറ്റില്ല, പുരോഹിതന്മാരെ പരിശീലിപ്പിക്കാനും പറ്റില്ല. അവരിൽ പലരും ഒരിക്കലും സ്വന്തമായിട്ട് പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മറ്റുള്ളവരെ നയിക്കാനും അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഉപദേശം ബൈബിളിൽ മാത്രം ഒതുങ്ങിപ്പോയത്. പക്ഷേ ഈ ആചാരം എങ്ങനെ പഠിപ്പിക്കലിൽ നിന്ന് അപ്രത്യക്ഷമായി? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആചാരങ്ങൾ, നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന പ്രാർത്ഥനകൾ, യേശു പറഞ്ഞ ആന്തരിക ശക്തി വികസിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അവസാനം അവശേഷിച്ചു. വാക്കുകൾ കാലങ്ങളോളം തുടർന്നു വന്നു, പക്ഷേ രീതി മറന്നുപോയി. അതുകൊണ്ട് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്നത്തെ ക്രിസ്ത്യൻ പഠിപ്പിക്കലിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ ബോധ്യപ്പെടുത്താനുള്ളതല്ല. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ദൈവത്തെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതല്ല. ഇത് നിങ്ങളുടെ ആഗ്രഹവും ദൈവത്തിൻ്റെ ആഗ്രഹവും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നിങ്ങളുടെ ആഗ്രഹവും പിതാവിൻ്റെ ആഗ്രഹവും തമ്മിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പൻ്റെ ആഗ്രഹത്തെ എതിർക്കില്ല. കാരണം നിങ്ങളിപ്പോൾ ഒന്നാണ്. വിടവോ ദൂരമോ വിഭജനമോ ഇല്ലെങ്കിൽ അവിടെ ഒരു ഐക്യത ഉണ്ടാകും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പറയുമ്പോൾ ആ കാര്യം മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കില്ല. കാരണം അത് നേരത്തെ തന്നെ മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് യേശു ലാസറിന്റെ കല്ലറയിൽ നിന്ന് ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞതുപോലെ സംസാരിച്ചത്. അതുകൊണ്ടാണ് അത്ഭുതം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ യേശു പിതാവിനോട് നന്ദി പറഞ്ഞത്. നിങ്ങളുടെ കണ്ണുകൊണ്ട് അത് നേരിട്ട് കണ്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ അദൃശ്യ മേഖലയിൽ അത് നേരത്തെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇല്ലായ്മയിൽ നിന്ന് സംസാരിക്കരുത്. പ്രത്യാശയോടെ ഇപ്പോൾ കിട്ടും എന്ന് വെറുതെ പറയരുത്. വിഷമിച്ച് ചോദിക്കരുത്. അപ്പൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും ഒന്നിക്കുന്ന ആ സ്ഥലത്ത് നിന്ന്, ആ യോജിപ്പിൽ നിന്ന് സംസാരിക്കുക. യോഹന്നാൻ 14:10 യേശു തന്നെ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വന്തമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, അപ്പൻ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞു എന്നിലൂടെ എന്ന്. യേശു ഒരു പാത്രമായി, വാതിലായി, ആകാശവും ഭൂമിയും കൂടിച്ചേർന്ന സ്ഥലമായി മാറി. അകത്തെ മുറിയിൽ പ്രവേശിച്ച് ദൈവമില്ലാത്ത എല്ലാ കാര്യത്തിൻ്റെയും വാതിൽ അടച്ചുകൊണ്ട് യേശു ഇത് ചെയ്തു. ഇത് ആ സ്ഥലത്ത് നിന്നാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്നും നിങ്ങളുടെ അഹങ്കാരത്തിൽ നിന്നും ദൈവമായിട്ട് ബന്ധമില്ലാത്ത മനസ്സിൽ നിന്നും സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളിപ്പോഴും ആ മുറിക്ക് പുറത്താണ്. ഇപ്പോഴും ഇല്ലായ്മയുടെയും ആവശ്യത്തിൻ്റെയും സ്ഥലത്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ലോകം ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞ മനസ്സിനോട് പ്രതികരിക്കുന്നില്ല, അത് സൃഷ്ടാവിനോടാണ് പ്രതികരിക്കുന്നത്. യേശു പോയിടത്തേക്ക്, അതായത് അകത്തോട്ട്, വാതിലിനകത്തേക്ക്, അതായത് നിങ്ങളുടെ ചിന്ത വ്യക്തിത്വമൊക്കെ കടന്ന് നിങ്ങളുടെ സ്വന്തം ആഗ്രഹത്തിൻ്റെയും ശബ്ദവും കടന്ന് ആ നിശബ്ദമായ സ്ഥലത്തേക്ക്, അകത്തെ മുറിയിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾ സൃഷ്ടാവിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യേശു 40 ദിവസം മരുഭൂമിയിൽ ചെലവഴിച്ചത്. അതുകൊണ്ടാണ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയത്. അതുകൊണ്ടാണ് ജനക്കൂട്ടം യേശുവിനെ കാണാനായിട്ട് തിക്കിത്തിരക്കി വന്നപ്പോഴും ഏകാന്ത സ്ഥലത്തേക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും പിൻവാങ്ങിയത്. യേശു ഊർജം കിട്ടാൻ വേണ്ടി പോയതല്ല, അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി പോയതല്ല. യേശു ദൈവവുമായി സംസാരിക്കാനായിട്ട് പോയതാണ്. യേശു അകത്തെ മുറിയിലേക്കാണ് കയറിയത്. വാതിലടച്ച് മനുഷ്യർ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള താൻ ആരാണ് എന്നത് അവർ കാണിച്ചു കൊടുത്തു. യേശു അങ്ങനെ അകത്തെ മുറിയിൽ കയറിയ സമയത്തൊക്കെ ഭയങ്കര ശക്തിയോടെ തിരിച്ചു വന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പൂർണ്ണമായിട്ടുള്ള രീതിയല്ല, കാരണം അകത്തെ മുറിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ആ മുറി തുറക്കൂ. എന്നാൽ ആ വാതിൽ നമുക്കുള്ള അടിത്തറയിലാണ് തുറക്കുന്നത്. യേശു പോയ അതേ മുറിയിലേക്ക് നിങ്ങളും കയറണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. നിങ്ങൾ ചുമ്മാ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കുന്നത് നിർത്തുക. യാചിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്തുക. ദൈവം എവിടെയോ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. പകരം ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകാത്ത എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുക. ഒന്നും മിണ്ടണ്ട. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് പകരം വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നല്ല ദീർഘശ്വാസം മാത്രം എടുക്കുക.
ഭയങ്കര വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം നല്ല ദീർഘശ്വാസം മാത്രം എടുക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തെ മുറിയിൽ കടക്കാൻ ശ്രമിക്കുക. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ മാറ്റുക. ഒരു കാര്യത്തെക്കുറിച്ചും ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് യേശു തന്നെ പറഞ്ഞു. നാളെക്കുറിച്ചുള്ള വേവലാതിയെല്ലാം മാറ്റി നല്ല ദീർഘശ്വാസം മാത്രം എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ആഴത്തിൽ നല്ലൊരു സമാധാനം നിങ്ങൾക്ക് തോന്നും. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേൾക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു ദർശനം നിങ്ങൾക്ക് ഉണ്ടായി എന്നും വരില്ല, ഒരു നാടകീയ അനുഭവം ഉണ്ടായി എന്നും വരില്ല. എന്നാൽ നിങ്ങൾ അവിടെ തന്നെ തുടരുക. സംസാരിക്കാനുള്ള പ്രേരണ മനസ്സിലുണ്ടെങ്കിൽ സംസാരിക്കുക. നിങ്ങളെ എന്താണോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അത് മാത്രം ചെയ്യുക. ആ സമയത്ത് തന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ വന്ന് മൂടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് ദൈവസാന്നിധ്യം. അതാണ് അകത്തെ മുറിയുടെ അനുഭവം. നിങ്ങൾ അത് അനുഭവിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം എടുത്തു ചാടി ചോദിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പട്ടികപ്പെടുത്താനോ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ് നമ്മുടെ അപ്പൻ. അതുകൊണ്ട് മനസ്സിൻ്റെ ആഴത്തിൽ അപ്പൻ നിങ്ങളോട് എന്താണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ ആ മുറി എന്തോ ബലം പിടിച്ച് തുറക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് ശ്രദ്ധാപൂർവം അപ്പൻ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കുക. ഒന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ എങ്കിൽ അത് 10 മിനിറ്റിലേക്ക് ആക്കുക. സത്യത്തിൽ അപ്പൻ നമ്മളോട് സംസാരിക്കണേ എന്ന് പറഞ്ഞുള്ള നമ്മുടെ ആഗ്രഹത്തെക്കാൾ 1000 മടങ്ങ് ആഗ്രഹം അപ്പന് നമ്മളോടുണ്ട്, നമ്മോട് സംസാരിക്കണമെന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൻ നിങ്ങളോട് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാ പ്രാർത്ഥനാ രീതികളും പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ബൈബിൾ വാക്യം മനഃപ്പാഠമാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉപവസിക്കാനും ആരാധിക്കാനും സേവിക്കാനും പറ്റും. പക്ഷേ നിങ്ങൾ ഒരിക്കലും അകത്തെ മുറിയിൽ പ്രവേശിക്കാൻ പഠിച്ചിട്ടില്ല എങ്കിൽ, വാതിലടച്ച് നിശ്ചലമായിരിക്കാൻ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എപ്പോഴും പുറത്തു നിന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പനുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. അപ്പൻ്റെ ആഗ്രഹം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റില്ല. അകത്തെ മുറിയിൽ പ്രവേശിച്ചതിന് ശേഷം യേശു ചെയ്ത രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. യാചനയല്ല, അഭ്യർത്ഥനയല്ല. അകത്ത് നല്ല ബോധ്യം വന്ന് അധികാരത്തിൽ ചലിച്ചു. പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും പിതാവായി പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ദൈവശാസ്ത്രപരമായ ഒരു കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. ഓരോ അത്ഭുതത്തിനു മുമ്പ് യേശു പ്രവേശിച്ച അവസ്ഥയാണ് യേശു വിവരിച്ചത്. എൻ്റെ ഇഷ്ടവും അപ്പൻ്റെ ഇഷ്ടവും വ്യത്യസ്തമായ രീതിയിൽ പോകാതെ അവ ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന തലമാണത്. ആ ഒരു പ്രത്യേക മുറിയിൽ നിന്ന് യേശു എനിക്ക് അത്ഭുതം ചെയ്യണേ എന്ന് യാചിച്ചില്ല. ആവശ്യങ്ങൾ മനസ്സിലാക്കി അദൃശ്യമായ മണ്ഡലത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളെ യേശു കണ്ടു. അത് ദൃശ്യമാക്കാനായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് യേശു തളർവാദ രോഗിയോട് പൂർണ്ണ അധികാരത്തോടെ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാൻ പറ്റിയത്. അതുകൊണ്ടാണ് യേശുവിന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാനായിട്ട് കൽപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് യേശുവിന് ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് പുറത്തുവാ എന്ന് പറയാനായിട്ട് കൽപ്പിക്കാൻ കഴിഞ്ഞത്. അകത്തെ മുറിയിൽ ദൈവവുമായിട്ട് ഒരുമിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണിത്. നിങ്ങൾ വാതിലടച്ച് ആ സാന്നിധ്യത്തിൽ എത്രത്തോളം പറ്റുമോ അത്രത്തോളം സമയം ചെലവഴിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾ തന്നെ വലിയ പ്രാധാന്യം കൊടുക്കില്ല. ദൈവഹിതം പ്രകടിപ്പിക്കുന്ന സ്ഥലമായി നിങ്ങൾ സ്വയം മാറാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥ അങ്ങനെ തന്നെ തുടരുക. ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾ ഇനി ആ മുറിയിൽ ഒരു സന്ദർശകനെ പോലെയല്ല, നിങ്ങൾ അതിൽ തന്നെ ജീവിക്കുന്നു എന്ന്. അവിടെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആചാരമായിട്ട് മാറുന്നതിൽ നിന്ന് അതൊരു ജീവിതമായി മാറുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും യേശു എന്തിനാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്ന്. എന്നെങ്കിലും ഒരു ദിവസം വരുമെന്നല്ല, വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്നല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ.